ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു പ്രശ്നം കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് വേണം. തനിയെ നിലനിൽക്കാനുള്ളൊരു ശേഷിക്കുറവ്. അതുകൊണ്ടാണ് ആരെങ്കിലും വിട്ടുകൊടുക്കുന്ന ഒരാശയവും പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. അല്ല, തനിയെ ഒരാശയമില്ല, ഒരു തീരുമാനമില്ല, തനിയുള്ള കഴിവുകുറവ് എന്ന് ഒരവസ്ഥയാണ് കാണുന്നത്. ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. എന്നെക്കൊണ്ട് പോരാ, അതുകൊണ്ടാണ് മറ്റൊരാളെ ആശ്രയിക്കുന്നതെന്ന്. ആശ്രയഭാവം വളരെ കൂടുതൽ, പ്രത്യേകിച്ച് ആശയത്തിൻ്റെ കാര്യത്തിൽ. ഇത് യൂണിവേഴ്സിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് കൂടിയാണ്. എനിക്ക് കഴിയത്തില്ല, പോരാ, അതുകൊണ്ടാണ് മറ്റൊരാൾ ചാരി നടക്കുന്നതെന്ന്. മറ്റുള്ളവരുടെ ആശയവും പൊക്കിപ്പിടിച്ച് നടക്കുക. അത് ഒത്തിരി കാലം അങ്ങനെ തുടരും, ഒന്നിന് പുറകെ ഒന്നായിട്ട് കാണും. ഇത് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന പ്രതികരണവും ഇതിനനുസരിച്ചായിരിക്കും. കഴകത്തില്ലാത്തവന് കഴകത്തില്ലായ്ക എന്നുള്ള ഒരു അവസ്ഥ വർദ്ധിപ്പിക്കാൻ അത് ഉപകരിക്കുന്നത്. ഇത് രണ്ടും സഹിക്കാം. കുറേ ഇതിലും അപകടം പിടിച്ചൊരു പ്രശ്നമുണ്ട്. അത് തന്നിലേക്ക് തന്നെ ഒരു മെസ്സേജ് കൊടുക്കുന്നു. അതായത് ഞാൻ പോരാ, എനിക്ക് ആശയം പോരാ, ഒരു കാര്യം എന്നെക്കൊണ്ടാവില്ല, അതുകൊണ്ടാണ് മറ്റൊരാൾ പറഞ്ഞ് അതിന് പുറകെ നടക്കുന്നതെന്നൊരു മെസ്സേജ് അവനവന് തന്നെ കൊടുക്കുന്നു. അവനവൻ്റെ അബോധ തലത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അത് മാറ്റമൊന്നും അങ്ങനെ പെട്ടെന്ന് വരുന്നത് സാധ്യമല്ല. അബോധ തലത്തിലെത്തിയാൽ അത് തന്നെ ഉപബോധ മനസ്സിലൂടെയും ബോധമനസ്സിലൂടെയും കുറേശ്ശെ പ്രകടമാക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം നമ്മൾ സമൂഹത്തിൽ ഇന്ന് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ഒന്ന് നോക്ക്. അന്ന് നിലവിലുള്ള വ്യവസ്ഥിതികളുടെ പുറകെ അങ്ങ് പോയാൽ മതി, അന്തസ്സായിട്ട് ജീവിച്ചു പോവാം. അദ്ദേഹം ആ നിലവിലുള്ള വ്യവസ്ഥിതിയെ എതിർക്കുക ചെയ്തത്. പുത്തൻ കാഴ്ചപ്പാട് അവതരിപ്പിക്കുക ചെയ്തത്, പുതിയ കാഴ്ചപ്പാട്. അതാണ് നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്ന അദ്ദേഹത്തെ. അത് അങ്ങനെ തനിയെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. ചാരി നിൽക്കാൻ പഠിച്ചാൽ ഒന്നും ആകത്തില്ല, ഒന്നിനും കഴിയത്തില്ല. വെറും ഒരു സാധാരണയിൽ ഒരാളായിട്ട് അങ്ങ് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിശ്ചയമായിട്ടും ചിന്തിക്കൂ. ഓക്കെ.